ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠഭാഗങ്ങൾ പരിചയപ്പെടുത്തുന്ന ഇ+കേരള എന്ന ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. +1, +2 ക്ലാസ്സുകളിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠഭാഗങ്ങളുടെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ലളിതവും സമഗ്രവുമായ നോട്ടുകൾ ഇ+കേരള എന്ന ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോട്ടുകൾ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ഇ+കേരള ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുമല്ലോ. ഇ+കേരളയിലെ വീഡിയോസ് കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. ഇഷ്ടമായ വീഡിയോസ് ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുവാനും ഓർക്കുമല്ലോ. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ വിവരിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന +1 പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലെ ആദ്യ അധ്യായമായ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന അധ്യായമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ നിർവചിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ച ഈ പ്രമേയം ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയുടെ അടിസ്ഥാനമായി മാറുകയും ഭരണഘടനാ നിർമ്മാണ പ്രക്രിയയെ നയിക്കുകയും ചെയ്തു. ലക്ഷ്യപ്രമേയത്തിലെ പ്രധാനപ്പെട്ട ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. 1. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. 2. ഇന്ത്യ സംസ്ഥാനങ്ങൾ അടങ്ങിയ ഒരു യൂണിയൻ ആയിരിക്കും. 3. സ്വതന്ത്ര ഇന്ത്യയുടെ എല്ലാ അധികാരവും ജനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ഉറപ്പു നൽകും. ന്യൂനപക്ഷങ്ങൾ, പിന്നോക്കക്കാർ, ഗോത്രവർഗക്കാർ, മറ്റ് നിരാലംബരായവർ എന്നിവർക്ക് മതിയായ സുരക്ഷ ഏർപ്പെടുത്തും. പരിഷ്കൃത രാഷ്ട്രങ്ങളുടെ നീതിക്കും നിയമത്തിനും അനുസൃതമായി പ്രദേശത്തിന്റെ സമഗ്രത നിലനിർത്തും. ലോകസമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് രാജ്യം പൂർണ്ണവും സന്നദ്ധവുമായി. വാട്ട് ആർ ദ മെയിൻ ഐഡിയാസ് ഇൻ ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻസ്? ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യം പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഹു ഇൻട്രൊഡ്യൂസ് ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ? ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഇതാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യം. ഈ അധ്യായത്തിലെ അടുത്ത ടോപ്പിക് ഭരണഘടനയുടെ ആധികാരികത. ഒരു ഭരണഘടനയുടെ ആധികാരികത നമ്മൾക്ക് എങ്ങനെ കണ്ടെത്തുവാൻ സാധിക്കും? അത് ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? ഭരണഘടനയുടെ ആധികാരികത നിർണ്ണയിക്കുന്ന 3 ഘടകങ്ങളാണ് നമ്മുടെ പുസ്തകത്തിൽ വിവരിക്കുന്നത്. ഒന്നാമത്തേത് നിർമ്മാണ രീതി. ഒരു ഭരണഘടനയുടെ ആധികാരികത നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഭരണഘടന ആരാണ് എഴുതിയുണ്ടാക്കിയത് എന്നതാണ്. ഭരണഘടനയുടെ നിർമ്മാതാക്കൾ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ജനപ്രതിനിധികൾ തയ്യാറാക്കുന്ന ഭരണഘടനകളാണ് കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളത്. ചില രാജ്യങ്ങളിൽ പട്ടാള മേധാവികളോ സ്വേച്ഛാധിപതികളോ രാജാക്കന്മാരോ ഒക്കെ ഭരണഘടനകൾ എഴുതിയുണ്ടാക്കാറുണ്ട്. എന്നാൽ അത്തരം ഭരണഘടനകളേക്കാൾ മികച്ചത് ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ജനപ്രതിനിധികൾ എഴുതിയുണ്ടാക്കിയ ഭരണഘടനകളാണ്. പൊതുസമ്മതരായ ജനപ്രതിനിധികൾ ചേർന്ന് എഴുതുന്ന ഭരണഘടനകൾ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നുള്ള ബോധ്യം ജനങ്ങൾക്കിടയിൽ വളരെ എളുപ്പത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ചില രാജ്യങ്ങളിൽ ഭരണഘടനയുടെ ആധികാരികത ഉറപ്പിക്കുന്നതിനായി ജനഹിത പരിശോധന നടത്തുന്ന രീതിയും നിലവിലുണ്ട്. ഇതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികതയെക്കുറിച്ചും നമ്മൾക്ക് ചർച്ച ചെയ്തു പോകാം. ഭരണഘടനയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ ജനപ്രതിനിധികൾ ചേർന്ന് എഴുതിയതിനാൽ ഇന്ത്യൻ ഭരണഘടന
ആധികാരികം എന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മിക്ക അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. പരോക്ഷമായിട്ടാണെങ്കിൽ പോലും അവർ ജനങ്ങളുടെ പ്രതിനിധികളായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ സമൂഹത്തിലെ വിവിധ സമുദായങ്ങൾക്ക് ഉചിതമായ പ്രാധാന്യവും സ്ഥാനവും നൽകിയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൃത്യമായ ചർച്ചകൾ നടത്തിയാണ് തീരുമാനങ്ങൾ എടുത്തത്. ഇതും ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികതയ്ക്ക് ശക്തി പകരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഘടന എടുത്തു നോക്കിയാലും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ രീതി എടുത്തു നോക്കിയാലും ഇന്ത്യൻ ഭരണഘടന ആധികാരികമാണ് എന്ന് നിസ്സംശയം നമ്മൾക്ക് പറയുവാനായിട്ട് സാധിക്കും. ഭരണഘടനയുടെ ആധികാരികത തീരുമാനിക്കുന്ന രണ്ടാമത്തെ ഘടകം ഭരണഘടനയിലെ വ്യവസ്ഥകളാണ്. ആരെഴുതി എന്നതിനൊപ്പം തന്നെ എന്താണ് ഭരണഘടനയിൽ ഉള്ളത്, ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യമായ വ്യവസ്ഥകൾ അടങ്ങുന്നതാണ് മികച്ച ഭരണഘടനകൾ. അത്തരം ഭരണഘടനകളെയാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത്. സമൂഹത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അനുകൂലമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതാകണം ഒരു യഥാർത്ഥ ഭരണഘടന. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനകൾ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് സ്വീകാര്യം ആകണമെന്നില്ല. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും തൃപ്തരാക്കുന്ന വ്യവസ്ഥകൾ ഇന്ത്യൻ ഭരണഘടനയിൽ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേകമായ അവകാശങ്ങൾ നൽകുവാനും ഭരണഘടനാ നിർമ്മാണ സഭ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഭരണഘടനയുടെ ആധികാരികതയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ കാര്യം സ്ഥാപനപരമായ രൂപരേഖയിലുള്ള സന്തുലിത സ്ഥിതി എന്നതാണ്. എന്താണ് ഈ സ്ഥാപനപരമായ രൂപരേഖയിലുള്ള സന്തുലിത സ്ഥിതി? ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ എന്നാൽ എന്താണെന്ന് നമ്മൾക്കിനി പരിശോധിക്കാം. അധികാരങ്ങൾ വിവിധ വിഭാഗങ്ങൾക്കായി കൃത്യമായി വിഭജിച്ചു നൽകുന്നവയാണ് മികച്ച ഭരണഘടനകൾ. ഇത്തരം ഭരണഘടനകൾക്ക് സ്വേച്ഛാധിപത്യ പ്രവണതകളെ വളരെ കൃത്യമായിട്ട് തടയുവാൻ സാധിക്കും. സമൂഹത്തിൽ നിലനിൽക്കുന്ന മൂല്യങ്ങൾ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നവയാണ് യഥാർത്ഥ ഭരണഘടനകൾ. കാലാനുസൃതമായ ഭരണഘടനാ ഭേദഗതിക്കുള്ള വകുപ്പുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരു ഉത്തമ ഭരണഘടനയുടെ ലക്ഷണമായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിയമനിർമ്മാണ സഭയ്ക്കും കാര്യനിർവഹണ വിഭാഗത്തിനും നീതിന്യായ വ്യവസ്ഥയ്ക്കും കൃത്യമായി അധികാരങ്ങൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട്. കൃത്യമായ അധികാര വിഭജനം ഇന്ത്യൻ ഭരണഘടനയെ കൂടുതൽ ആധികാരികമാക്കുന്നു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ രീതി എടുത്തു നോക്കുകയാണെങ്കിലും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥകൾ എടുത്തു നോക്കുകയാണെങ്കിലും ഇന്ത്യൻ ഭരണഘടന വളരെ ആധികാരികമായിട്ടുള്ള ഒരു രേഖയാണ്. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ടുള്ള അധികാര വിഭജനവും ഇന്ത്യൻ ഭരണഘടനയെ കൂടുതൽ ആധികാരികമാക്കുന്നു. സമൂഹത്തിൽ നിലനിൽക്കുന്ന മൂല്യങ്ങൾ വളരെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നവയാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന വളരെ കൃത്യമായിട്ടുള്ള ചില മൂല്യങ്ങളെ, ചില സാമൂഹ്യ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി രൂപീകരിച്ചതാണ്. ഇതും ഇന്ത്യൻ ഭരണഘടനയുടെ വാലിഡിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാലാനുസൃതമായ ഭരണഘടനാ ഭേദഗതിക്കുള്ള വകുപ്പുകൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഒരു ഭരണഘടനയുടെ ആധികാരികത പരിശോധിക്കുവാൻ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പാഠഭാഗത്തിൽ നിന്നും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം. 3 മാർക്കിനും 5 മാർക്കിനുമൊക്കെ ഈ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ പോയിന്റുകൾ എന്തൊക്കെയാണ്? നിർമ്മാണ രീതി, ഭരണഘടനയിലെ വ്യവസ്ഥകൾ, സ്ഥാപനപരമായ രൂപരേഖയിലുള്ള സന്തുലിത സ്ഥിതി. നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ടേമുകൾ ഇതുപോലെയുള്ള പ്രത്യേകിച്ചും പോയിന്റുകളാണെങ്കിൽ ആ വാക്കുകൾ, ആ പോയിന്റുകൾ കൃത്യമായിട്ട് എഴുതുകയാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൃത്യമായിട്ട് നിങ്ങൾ പുസ്തകം വായിക്കുന്നവരാണ്, കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ട് എന്നൊക്കെ
നിങ്ങളുടെ പേപ്പർ നോക്കുന്ന അധ്യാപകർക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ പോയിന്റുകളൊക്കെ ഇതേപോലെ തന്നെ നിങ്ങളുടെ വാചകങ്ങളിലേക്ക് മാറ്റാതെ ഇതേ രീതിയിൽ തന്നെ പ്രധാനപ്പെട്ട ഹെഡിങ്ങുകൾ എഴുതിപ്പോകുക പരീക്ഷാ സമയത്ത്. ഇനി ഈ ചാപ്റ്ററിൽ ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടിയാണുള്ളത്. പ്രൊവിഷൻസ് ബോറോഡ് ഫ്രം അതർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന 3 വർഷത്തോളം എടുത്ത്, ഒരുപാട് സമയമെടുത്ത്, ഒരുപാട് പഠനങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ട ഒരു ഭരണഘടനയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നിലനിൽക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പറയാം. ലോകത്തിലെ ഏതാണ്ട് 60ഓളം ഭരണഘടനകൾ പഠിച്ചതിന് ശേഷമാണ് ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കിയത്. വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നുള്ള നല്ല ആശയങ്ങൾ കടമെടുക്കുന്നതിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ യാതൊരു രീതിയിലുള്ള മടിയും കാണിച്ചിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ കടമെടുത്ത പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കിനി പരിശോധിക്കാം. ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചാപ്റ്ററിൽ വിശദീകരണം നൽകുന്നില്ല. ആ പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്ന് മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ നമ്മളും വിവരിക്കുന്നില്ല. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റമാണ് ഒന്ന്. മറ്റൊന്ന് പാർലമെന്ററി വ്യവസ്ഥ, നിയമവാഴ്ച, സ്പീക്കർ എന്ന സ്ഥാനവും അധികാരങ്ങളും, നിയമനിർമ്മാണ സംവിധാനം. ഈ 5 കാര്യങ്ങളാണ് ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തത്. അടുത്തത് അമേരിക്കയിൽ നിന്ന് കടമെടുത്ത കാര്യങ്ങൾ, മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, നീതിന്യായ പുനഃപരിശോധന, ജുഡീഷ്യൽ റിവ്യൂ, നീതിന്യായ വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ് ഓഫ് ദ ജുഡീഷ്യറി. ഇതാണ് അമേരിക്കയിൽ നിന്നും പ്രധാനമായിട്ടും കടമെടുത്തത്. മറ്റൊന്ന് ഫ്രാൻസ് ആണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങൾ. അയർലൻഡിൽ നിന്ന് കടമെടുത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ. അടുത്തായി നമുക്ക് കാനഡയിൽ നിന്ന് കടമെടുത്ത കാര്യങ്ങൾ. അർദ്ധ ഫെഡറൽ സംവിധാനമാണ് കാനഡയിൽ നിന്ന് കടമെടുത്ത ഒരു കാര്യം. മറ്റൊന്ന് അവശിഷ്ടാധികാരങ്ങൾ. ഈ 2 ആശയങ്ങളുമാണ് കാനഡയിൽ നിന്നും കടമെടുത്തത്. ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്നും മറ്റു പല ആശയങ്ങളും കടമെടുത്തിട്ടുണ്ട്. എങ്കിലും നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഈ 5 രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ മാത്രമാണ്. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ ഈ 5 രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണ് കൃത്യമായിട്ടും പഠിക്കേണ്ടത്. പ്രൊവിഷൻസ് ബോറോഡ് ഫ്രം അതർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതും നമ്മുടെ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. പലപ്പോഴും മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഈ 5 രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത കാര്യങ്ങൾ, ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത കാര്യങ്ങൾ, അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ, അതേപോലെ തന്നെ ഫ്രാൻസിൽ നിന്നും കടമെടുത്ത ആശയം, അയർലൻഡിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച ആശയം, കാനഡയിൽ നിന്ന് നമ്മൾ കടമെടുത്ത ആശയം, ഈ 5 രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. 4 മാർക്കിനും 5 മാർക്കിനുമൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് 1ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. ഈ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. നമ്മുടെ +1 പൊളിറ്റിക്കൽ സയൻസിലെ മറ്റൊരു പാഠഭാഗവുമായി നമ്മൾക്ക് ഉടനെ കാണാം. നന്ദി.